അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ നോക്കിയാലോ. ഞാൻ വേറൊരു കാര്യം പറയാവേ. നമ്മൾ പലരും പറയുന്നൊരു കാര്യം, ഞാൻ ഫ്രൈ ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഫാറ്റി ലിവറാണ്, ഇത് എങ്ങനെ വന്നെന്ന് അറിയത്തില്ല, ഞാൻ അത് കഴിക്കുന്നില്ല. ഇത് നമ്മൾ ഈ വൈറ്റ് റൈസ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് സാധാരണ നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പോഴത്തേക്കും നിറച്ച് ചോറെടുക്കും. ഈ പ്ലേറ്റ് നിറച്ച് ചോറെടുത്തിട്ട് കറി ഇച്ചിരി മാത്രം എടുക്കുന്ന ഒരു ഇത്. അങ്ങനല്ല, സൈഡ് ഡിഷ് കൂടുതലും നമുക്ക് സൈഡ് ഡിഷായിട്ട് മാത്രമേ ഈ റൈസ് എടുക്കാവുള്ളതെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 100 ഗ്രാം ഒക്കെ ആ ഒരു രീതിയിൽ റൈസ് എടുക്കുക. ഈ പറയുന്ന ഞാൻ ഡയറ്റിൽ ഇന്ന് വരെ ഈ ഒരു സംഭവം ഒഴിവാക്കിയിട്ടില്ല കേട്ടോ, വൈറ്റ് റൈസ്. അതിൻ്റെ ഒപ്പം എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കണ്ട, സാലഡിന് പകരമായിട്ട് ഇത്രത്തോളം സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചീരയാണ് കേട്ടോ, നമ്മുടെ ചുമല ചീരയില്ലേ, ചീര തോരൻ വെച്ചത്. പിന്നെ ഇത് മീൻ ഫ്രൈ ആയിട്ട് ആക്കിയിരിക്കുന്നതാണ്. നോക്കി, ഈ ചട്ടിയിൽ ഒരല്പം പോലെ എണ്ണ ഉണ്ടാകുന്നു. തവ ഫ്രൈ ചെയ്തെടുക്കാം, നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ പ്രോട്ടീന് വേണ്ടിയിട്ട് നമുക്ക് മീൻ എടുക്കാം. അതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു കൂട്ടുകാരി അച്ചാർ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇട്ടുതന്നെയാണ് കേട്ടോ. നമ്മൾ ഡയറ്റ് ചെയ്യുന്നതാണെന്ന് നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് അത് എണ്ണയൊന്നും ചേർക്കാതെ സെറ്റപ്പായിട്ട് അച്ചാറിട്ട് തന്നിട്ടുണ്ട്. കടുക് മാങ്ങായും ഇത് അടമാങ്ങായും കേട്ടോ. ആൾ അച്ചാറിൻ്റെ സെയിലുള്ളതാണ്. എനിക്ക് വേണ്ടിയിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് അല്പം ചക്കരയാണ് ചേർത്തതെന്നാലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കറി എന്ന് പറയുന്നത് നോക്കി, എന്ത് സാധനവും നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കുന്നതിന് പകരം നമ്മൾ ആ ഒരു രീതിയിൽ ഡയറ്റിന് ഭാഗമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. മീൻ ഫ്രൈ വേണം, മീൻ ഫ്രൈ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. സാലഡ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ. വയറ് നിറയാൻ ഇത്രയും പോരെ. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോയിൽ വരുന്ന കമൻറ്റ്, അത് എൻ്റെ ഈ ഒരു സാധനം നമ്മുടെ ബ്യൂട്ടി ബോൺസ് തെളിഞ്ഞ് വരുന്നുണ്ട്. പണ്ടുണ്ടല്ലോ ഇഞ്ചക്ഷൻ ചെയ്യാൻ ഒരു ഞരമ്പ് തെളിഞ്ഞ് വരത്തില്ലായിരുന്നു, പക്ഷെ ഇതൊക്കെ ഇപ്പോൾ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. ഇപ്പോൾ ഈ കയ്യിലെ ഞരമ്പ് വെയിറ്റൊക്കെ പോയതിന് ശേഷം നല്ല രീതിയിൽ ഈ ഒരു ഞരമ്പ് ഇങ്ങനെ പൊങ്ങിക്കുക. ഈ ഒരു ഞരമ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കുത്ത് ശരിക്കും കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അത് വണ്ണമുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ഇത്രയും സാലഡും ഉണ്ട്, അതുപോലെ ഇത്രയും റൈസും ഈ ഒരു രീതിയിലാണ് എടുത്തിട്ട് ഞാൻ മീൻ ഫ്രൈയും കഴിക്കും, മീൻ കറിയും കഴിക്കും, എല്ലാം കഴിക്കും. അപ്പോൾ ടാറ്റാ.